2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ഒരു മിടുക്കിയായ വിദ്യാർത്ഥിനിയും ഫാമിലിക്കുമൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ കോട്ടയം ജില്ലയിലാണുള്ളത്. കോട്ടയം ജില്ലയിലെ തന്നെ ആർപ്പുക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനത്തോടു കൂടിയിട്ടാണ് ഈ വിദ്യാർത്ഥിനിയും ഈ പേരൻസും ഇവിടെ ഇരിക്കുന്നത്. തൻ്റെ മകൾ സ്വപ്നം കണ്ട അല്ലെങ്കിൽ ലക്ഷ്യം കണ്ട ഒരു ഡോക്ടർ ആവണമെന്നൊരാഗ്രഹം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപാട് അഭിമാനമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ മോൾക്കും ഈ ഫാമിലിക്കും ഒരുപാട് വിശേഷങ്ങൾ ബ്രില്യൻറ്റിനോടും ഈ 2025 തയ്യാറെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോടും ഒക്കെ പറയാനുണ്ട്. സ്വാഗതം സർ. അപ്പോൾ നേഹ കരസ്ഥമാക്കിയ സ്കോർ 697 ആണ്. മോളെ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു. വലിയൊരു പ്രിപ്പറേഷൻ ഇതിന്റെ പിന്നിലുണ്ട് അല്ലെ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് സ്മാർട്ട് വർക്ക്. ഇത് രണ്ടും കൂടി ഒരുമിച്ചപ്പോഴാണ് 697 എന്ന് പറയുന്നൊരു സ്കോർ മോൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. അപ്പോൾ മോളുടെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ +2 വരെ മാന്നാനം കെ സ്കൂളിൽ ഇന്റഗ്രേറ്റഡ് ബാച്ചിനൊപ്പമാണ് ഞാൻ ബ്രില്യൻറ്റിൽ കൂടിയത്. അപ്പോൾ ആ സമയത്ത് ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉഴപ്പി. അന്ന് അത്ര കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഓക്കെ. പിന്നെ അതിനുശേഷം മോള് ഓഫ്ലൈനിലേക്ക് വന്നു, റിപ്പീറ്റ് ചെയ്തു അല്ലേ? ഓക്കെ. എവിടെയായിരുന്നു? നമ്മുടെ ക്യാമ്പസ് പാലായിൽ തന്നെ വന്നു. പാലായിൽ തന്നെ. ഓക്കെ. അപ്പോൾ മോളുടെ ഒരു പ്രിപ്പറേഷൻ കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. ഇനി എൻ്റെ മുമ്പിൽ കളയാൻ സമയമില്ല. അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ 697 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തി. അപ്പോൾ പേരൻസിനൊക്കെ അഭിമാനമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. മോളുടെ ഒരു പ്രിപ്പറേഷൻ ടൈം ഒന്ന് എടുത്തു പറയാം. എനിക്ക് എൻ്റെ മെയിൻ ഫോക്കസ് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം എൻ്റെ ചേട്ടൻ പറഞ്ഞു, നീ തിയറി നമുക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കുറെ വായിച്ച് നമ്മൾ തിയറി നമ്മൾ വായിച്ച് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വേണം ചെയ്യാവുന്നുള്ള രീതി വരാം. പക്ഷെ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് അല്ല വേണ്ടത്. ഇവിടെ നമുക്ക് ആക്യുറസി വേണം. അതുകൊണ്ട് സ്പീഡ് വേണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം തന്നെ എന്താണ് അതിൻ്റെ ഒരു ഹിന്റിന് നമുക്കത് കിട്ടാനായിട്ട് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തു വരണം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചു. അപ്പം മോള് പറഞ്ഞു ചേട്ടൻ വലിയൊരു ഹെൽപ്പായിരുന്നു പഠന കാലഘട്ടത്തിൽ. പഠിക്കേണ്ട രീതി എങ്ങനെയായിരുന്നു എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഇപ്പം ചേട്ടൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS ഹൗസ് സർജൻസി ചെയ്യുന്നു. ചേട്ടൻ ഓൾറെഡി ഡോക്ടറാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ എങ്ങനെ പഠിക്കണം, നീ ഇങ്ങനെ പഠിച്ചാൽ നിനക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയർ ആവും എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ എവിടെയായിരുന്നു ആ ഒരു എൻട്രൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തത്? ചേട്ടൻ പാലാ ബ്രില്യൻറ്റിൽ തന്നെയായിരുന്നു. ഓക്കെ. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ ഒരു വേറെ വിദ്യാർത്ഥിയാണ് ചേട്ടൻ. ഇപ്പൊ ഡോക്ടർ എന്ന ലക്ഷ്യവുമായി മുന്നേ നയിക്കുകയാണല്ലേ മോളെ. അതേ പാത തന്നെ മോളും പിന്തുടർന്നു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതാ ഈ വീട്ടിലെ 2 മക്കളും MBBS എന്നൊരു ലക്ഷ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഡോക്ടർ ആവാൻ പോവുകയാണ്. അപ്പൊ ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചേട്ടന്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ബ്രില്യൻ്റ് ഒക്കെ തിരഞ്ഞെടുത്തു. എനിക്ക് ഏത് വർഷമായിരുന്നു ചേട്ടൻ? 19th ബാച്ചാണ്. 2019 ബാച്ചാണ്. ഓക്കെ. അപ്പോൾ ചേട്ടന്റെ എങ്ങനെയാണ് ബ്രില്യൻറ്റിലേക്ക് നമ്മൾ അറിഞ്ഞത്? മാന്നാനം കെ സ്കൂളിൽ തന്നെയായിരുന്നു മോനും പഠിച്ചത്. അപ്പം അവിടെ ബാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്റഗ്രേറ്റഡ് ബാച്ച് അല്ലായിരുന്നു, ഹൈബ്രിഡ് ബാച്ചിലായിരുന്നു ചേർന്നത്. അതിൽ നല്ല നിലയിൽ എത്തിച്ചേരാൻ പറ്റിയില്ല എങ്കിലും ഒരു ബേസ് അവരെ നേടാൻ പറ്റി. പിന്നീട് ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്ത് അവിടെ അഡ്മിഷൻ നേടുകയാണ്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പം എന്ത് ചെയ്യാണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ ചേർന്ന് ഞങ്ങൾ പ്രിഫർ ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു. അത് തന്നെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഹൗസ് സർജൻസി ചെയ്യുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. മോള് എവിടെ ചേരണം എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണോ? കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ് അവളും ഫൈനൽ ചെയ്തിരിക്കുന്നത്. വീടിനടുത്താണ് അല്ലേ, പോയി വരാം. അതെ. അപ്പോൾ മോളിപ്പോൾ ഇത്ര നല്ല സ്കോർ 697 എന്ന് പറഞ്ഞൊരു സ്കോർ കരസ്ഥമാക്കി, എന്ത് തോന്നി ഒരു നിമിഷം ഫാദറിന്? വളരെയധികം സന്തോഷം, വളരെ അഭിമാനവും തോന്നി. കാരണം ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. 700 എൻ്റെ പ്രതീക്ഷ. 3 മാർക്കേ പറഞ്ഞുള്ളൂ. ദൈവം അതിനെ അനുഗ്രഹിച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും, വളരെയധികം ആൾക്കാരുടെ പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, മോളുടെ കസിൻസ് എല്ലാവരുടെയും നല്ല പ്രാർത്ഥന ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ അയൽക്കാരും, അതുപോലെ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ഇവരൊക്കെ വളരെ ഇതിൻ്റെ പിന്നിൽ. അതുപോലെ ബ്രില്യൻറ്റ്, പറയാതിരിക്കാൻ പറ്റില്ല, ബ്രില്യൻറ്റ്. പ്രത്യേകിച്ച് ജസ്റ്റിസ് സാറ്, സാറിൻ്റെ വളരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീന സാർ ക്ലാസ് ടീച്ചർ, അതുപോലെ മോളുടെ ഹോസ്റ്റലിലെ ടീച്ചേഴ്സ്, ഫാത്തിമ ഹോസ്റ്റലായിരുന്നു, അഞ്ജുമാടും
ഐശ്വര്യമാണ്. രണ്ടുപേരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ജോർജ് സാറ് അതുവരെ അവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല, അവരുടെ വളരെയധികം സപ്പോർട്ട് പിന്തുണ ഇതിൻ്റെ പിന്നിൽ. ടോം സാറിന് ഇവരെല്ലാവരെയും വളരെയധികം പിന്തുണ ഇതിൻ്റെ പിന്നിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബാച്ചിൻ്റെ സപ്പോർട്ടാണ്, പിൻബലത്തോടു കൂടിയാണ് മോള് ഈ നേട്ടം നേടിയെടുത്തിരിക്കുന്നത്. വളരെ അഭിമാനവും സന്തോഷവും ഈ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ലാത്ത സന്തോഷമുണ്ട്. ഇപ്പോൾ രണ്ട് മക്കളും ഡോക്ടർ എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു, ഒരാൾ ആ ഒരു പാതയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്കറിയാം, ഇവർ ചെറുപ്പം മുതലേ രണ്ടുപേരും ഡോക്ടർ ആവണമെന്നൊരു ലക്ഷ്യമൊക്കെ ആയിട്ട് എപ്പോഴും പറയുമായിരുന്നു. എങ്ങനെയായിരുന്നു അത്? അങ്ങനെ പറയില്ല, ഏതെങ്കിലും ഏത് പ്രൊഫഷനാലും തിരഞ്ഞെടുക്കുന്ന ഒരു നല്ലൊരു പ്രൊഫഷനിലേക്ക് അവർ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഏത് പ്രായം അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾക്കൊരു ഡോക്ടർ ആവണം, അതുപോലെ ബ്രില്യൻറ്റിൽ പഠിക്കണം എന്നൊക്കെ എപ്പോഴാണ് പറയുന്നത്? ബ്രില്യൻറ്റിനെ കുറിച്ച് അത്ര അറിവില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ കുട്ടികളെ ഇവിടെ മാന്നാനം കെ സ്കൂളിൽ ചേർക്കാനാണ് ഇടയ്ക്കാണ് വന്ന് ചേരുന്നത്. ഇവള് സ്റ്റാൻഡേർഡ് 1 തൊട്ട് ഇവിടെയുണ്ട്. മോൻ 7th സ്റ്റാൻഡേർഡിലാണ് കെയിലേക്ക് വരുന്നത്. അപ്പം അവരെ ഒരു നല്ല സ്കൂളിൽ ചേർക്കണം ആ ഒരു രീതിയിൽ അങ്ങനെ ഇവിടെ വന്നു. അപ്പം മാന്നാനത്തുനിന്ന് പിന്നെ ഓട്ടോമാറ്റിക് അന്നാരാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് നമുക്കറിവ്. ബ്രില്യൻറ്റ് ചേർത്തു. ഇപ്പൊ ഒത്തിരി സന്തോഷം തോന്നില്ല? വളരെ സന്തോഷമുണ്ട്, ഏറെ അഭിമാനം. കാരണം എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ ഒരു പക്ഷേ ആ ഒരു അഭിമാനം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്നത് പേരൻസിനാണ്. കാരണം അവര് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുത്തു. പക്ഷെ നമുക്ക് ഏറെ അഭിമാനമായി. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മക്കൾ വലിയൊരു നേട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എന്താണ് ഇപ്പൊ ഈ ഒരു നിമിഷം ആ ഒരു അഭിമാനത്തെ കുറിച്ച് പറയാനുള്ളത്? എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഇതാണ്, കുട്ടികൾ നല്ല വിവരമുള്ള അതുപോലെ തന്നെ കരുണയും കരുതലുമുള്ള നല്ല ഡോക്ടർമാർ, ആ രീതി സമൂഹത്തിന് സേവനം ചെയ്യുന്ന കരുണയും കരുതലും അതുള്ള നല്ല ഡോക്ടർമാരായി വളരണമേ എന്ന് ഞാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും. അതെ, അപ്പോൾ തീർച്ചയായിട്ടും കാരണം മക്കൾ രണ്ടുപേരും അങ്ങനെ ആവുകയും ചെയ്യും. കാരണം ഇപ്പൊ അവരവരുടെ നേട്ടത്തിന്റെ ആദ്യ സ്റ്റെപ്പ് കടന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇത്ര കരുതലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളുള്ള സ്ഥിതിക്ക് എന്താണേലും അവർ ആ ഒരു വഴിയിലും ആ ഒരു പാതയിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നീറ്റ് എൻട്രൻസ് എക്സാം ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ 2024 നീറ്റ് വിധേയമാവേണ്ടി വന്നു. അപ്പോഴും ഈ ലാസ്റ്റ് ടൈമിൽ എല്ലാവരും പിൻ ചെയ്തിരുന്നത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ? എല്ലാവരും വിരൽ ചൂണ്ടിയത് ഒരൊറ്റ ചോദ്യത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ പേർക്ക് മാർക്ക് കയറി ഇറങ്ങി. മോൾക്ക് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായോ? ഇല്ല, എനിക്ക് കറക്റ്റ് ആൻസർ തന്നെയായിരുന്നു. ഞാൻ മാർക്ക് ചെയ്തത് തന്നെയായിരുന്നു കറക്റ്റ് ആൻസർ. അപ്പൊ മോൾക്കൊരു ഒരു സന്തോഷം ആ ടൈമിൽ ഉണ്ടായില്ലേ? അതിന്റെ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ശരിക്കും വിട്ടതായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം സമയം വെച്ചോണ്ടായിരുന്നപ്പം എനിക്കറിയത്തില്ല, എനിക്ക് ഈ 2 ഓപ്ഷനിൽ തന്നെയായിരുന്നു ഡൗട്ട് ഉള്ളത്. ബോത്ത് ഓപ്ഷൻസും കറക്റ്റ് ആണോ അത് ഒരെണ്ണം തെറ്റാണോ എന്ന്. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ, എനിക്കൊരു ദൈവവിളി പോലെ അതൊരു ആൻസറായിട്ട് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് തോന്നി. അത് വലിയൊരു കാര്യം അല്ലെ? നമ്മൾ തീർച്ചയായിട്ടും ബ്രില്യൻറ്റിന്റെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത് എക്സാംസ് ആണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ എക്സാംസിനെയൊക്കെ അഭിമുഖീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് 2025 പ്രിപ്പറേഷൻസിനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ വിജയിച്ചവരുടെ വാക്കുകൾ കേൾക്കാൻ അവരേറെ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഈ എക്സാമിനെ മോള് ഡീൽ ചെയ്തൊരു രീതിയുണ്ട് അല്ലെ? ഓരോ ചോദ്യങ്ങളിലേക്ക് എത്തുന്നതിന് പിന്നിലും ചിലപ്പോൾ ചില എക്സാമുകളിലൊക്കെ നമുക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നിരിക്കാം. പക്ഷെ അപ്പോൾ ടെൻഷൻ ആവുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ മോൾക്ക് എന്താണ് പറയുന്നത്? എങ്ങനെ നമ്മൾ എക്സാമിനെ ഹാൻഡിൽ ചെയ്യണം? അതിന് എങ്ങനെ ഈ ഒരു ടൈം പീരീഡ് 1 വർഷം നമ്മുടെ മുമ്പിലുള്ള റിപ്പീറ്റിംഗ് കാലയളവ് അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം നമ്മൾ പറയുന്നത്? ഒരു എക്സാം എഴുതുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഏറ്റവും വലിയ ഹേർഡിലായിട്ട് വരുന്നത് ടെൻഷനായിട്ട്. നമ്മൾ എത്ര പഠിച്ചാലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാവും. അപ്പോൾ നമ്മൾ ടെൻഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പക്ഷെ അത് അവോയ്ഡ് ചെയ്യുക അത്ര എളുപ്പമല്ല. കുറച്ച് ടെൻഷൻ വേണമെന്നാണ് പറയുന്നത്. കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യും. പിന്നെ എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ തുടക്കത്തിൽ ഞാൻ സ്റ്റഡി ആയിട്ട് പോവുകയായിരുന്നു. എനിക്ക് വീക്ക്ലി എക്സാംസിന് ഫസ്റ്റ് റാങ്ക് വരാറുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അവസാനത്തെ മോഡലായപ്പം കൈവിട്ടു പോകുന്ന പോലെ തോന്നി. കുറച്ച് മാർക്ക് താഴേക്ക് വരാൻ തുടങ്ങി. അപ്പൊ മോൾ എങ്ങനെ സിറ്റുവേഷനെ ഓവർകം ചെയ്ത് 697 എന്ന് പറഞ്ഞ സ്കോറിലേക്ക് എത്തി? അതൊരു വലിയ പ്രോസസ് ആയിരുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്നോണ്ട് പേരൻസിനെ കാണുന്നില്ല, ബ്രദറിനെ കാണുന്നില്ല.
എപ്പോഴും ഫോൺ ടൈമിൽ ഞാൻ കരയുമായിരുന്നു. പിന്നെ ചേട്ടൻ ജസ്റ്റ് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എടി നീ എന്തിനാ കരയുന്നത്, നീ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, നിനക്ക് കിട്ടും, അങ്ങനെ പറഞ്ഞ് എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ ഇവിടെയുള്ള ജസ്റ്റിസ് സാറും ടോം സാറും ശ്രീനു സാറും ഞാൻ കരയുന്നതൊക്കെ കണ്ട ഉടനെ എന്നെ വിളിച്ച്, ജോർജ് സാറും എന്നെ വിളിച്ചു വരുത്തി, എന്താ കുഴപ്പം, നിനക്ക് ഇത്രയും മാർക്കുണ്ടല്ലോ, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ ടെൻഷൻ പിന്നെ അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ആ ടെൻഷനെ അതിജീവിക്കാൻ ബ്രില്യൻറ്റ് ഫാമിലിയും സ്വന്തം ഫാമിലിയും എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് മോള് ഇപ്പൊ എല്ലാവരും മോളോട് പറഞ്ഞു നല്ല മാർക്കുണ്ട്, മോൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു നന്നായിട്ട് നീ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ ഒരു സമയത്ത് മോള് എന്തൊക്കെ ചെയ്തു? മീൻസ് ആ ടെൻഷനെ അകറ്റാൻ വേണ്ടിയിട്ട് പഠനത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? പഠനത്തിൽ എനിക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയെടുത്തു. ആ ക്വസ്റ്റ്യൻസ് എഴുതി എങ്ങനെയാണ് ആ പ്രൊസീജിയർ, ആ ആൻസർ ചെയ്യേണ്ട ആ പ്രൊസീജിയർ, ഹിൻറ്റും ഏതൊക്കെയാണ് കീ പോയിന്റ്സ് എന്നൊക്കെ വേറെ കളറിലും ഒക്കെ മാർക്ക് ചെയ്ത് എഴുതി. പിന്നെ ആ ക്വസ്റ്റ്യൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് ആ മെത്തേഡ് കാണാപ്പാടായി. അപ്പം അങ്ങനെ വരുമ്പം അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം തന്നെ എനിക്കൊന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ മോൾക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? ഫിസിക്സ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് മോളെ ഫിസിക്സിന്, ഇപ്പോൾ നമുക്കറിയാം ഫിസിക്സ് കോമൺ ആയിട്ട് എല്ലാവരും പറയാം കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മോള് ഫിസിക്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. എങ്ങനെയായിരുന്നു ഫിസിക്സ്? അത് ഞാൻ ബ്രില്യൻറ്റിലെ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് എല്ലാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവരുടെ അടുത്ത് തന്നെ ഇരുന്ന് പഠിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ആ പ്രൊഫസേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എങ്ങനെ ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ അതെന്നിട്ട് റിലേറ്റീവ്ലി ഈസി ആയിട്ട് ആക്കിയത് അവിടുത്തെ പ്രൊഫസേഴ്സാണ്. ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ. അതുകൊണ്ട് തന്നെ മോൾക്ക് ഓരോ കണ്ടന്റിനും ഒക്കെ നല്ല ഷാർപ്പായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചു. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും മോളോട് ഇനി ഞാൻ ചോദിക്കുന്നത്, 2025 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരോട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് മോള് പറയാം, മോളുടെ ഒരു ഒപ്പീനിയനിൽ. എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഇത് തന്നെയുള്ളൂ, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അത് തെറ്റിപ്പോയതൊക്കെ എന്നെപ്പോലെ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്ത് ഒരു വേറെ കളറൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടുപിടിച്ച്, ഇനി അതിന് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ അത് പ്രൊഫസേഴ്സിനോട് ചോദിച്ച് ആ ട്രിക്കൊക്കെ മനസ്സിലാക്കി അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എൻ്റെ ഇതിൽ എനിക്ക് പ്രാർത്ഥന ഒത്തിരി ആവശ്യമായിരുന്നു. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. അപ്പോഴൊക്കെ ഒരു സഹായമായിട്ട് പരിശുദ്ധാത്മാവ് വരുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ ആളാണ് MBBS എന്ന ലക്ഷ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. രണ്ടുപേരും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗമായിരുന്നു. ഏറെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നത്. കാരണം ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇവരുടെ ഒരു ജീവിതത്തിലേക്ക് മക്കളെ രണ്ടുപേരെയും കരകയറ്റിയതിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനും ഒരു ചെറിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഏറെ അഭിമാനത്തോടുകൂടെ ഈ പേരൻസ് പറയുമ്പോൾ നമുക്കും അത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഈ വീട്ടിലെ രണ്ട് മക്കൾക്കും സാധിക്കുമെന്നത് ഉറപ്പാണ്. എല്ലാവിധ ആശംസകൾക്കും നേരുന്നു മോൾക്ക്. ഇനിയും ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.